ഒരു പന്ത്, ഒരു ലോകം. ലോകകപ്പ് വിശേഷങ്ങൾ. ലോകം ഒരു ഫുട്ബോളിലൂടെ ഒന്നിക്കുമ്പോൾ ലോകകപ്പ് പോരാട്ടങ്ങളുടെ അവലോകനവുമായി റേഡിയോ മാറ്റുലി നിങ്ങളോടൊപ്പം. ഒരു പന്ത്, ഒരു ലോകം. ഫിഫ ലോകകപ്പിൽ ഖത്തറിനെ എതിരില്ലാത്ത 6 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി കാനഡ. ജൊനാഥൻ ഡേവിഡിന്റെ ഹാട്രിക്കാണ് കാനഡയ്ക്ക് വമ്പൻ വിജയം നേടിക്കൊടുത്തത്. കൈൽ ലാരിൻ 16-ാം മിനിറ്റിലും നേതൻ സാലിബ 64-ാം മിനിറ്റിലും ജൊനാഥൻ ഡേവിഡ് 29 ആദ്യ പകുതിയുടെയും അവസാന പകുതിയുടെയും ഇഞ്ചുറി ടൈമുകളിലുമായിരുന്നു കാനഡയ്ക്കായി ഗോൾ നേടിയത്. 75-ാം മിനിറ്റിലെ മുഹമ്മദ് മനായുടെ സെൽഫ് ഗോളോടെ കാനഡ ഗോൾ നേട്ടം 6 ആക്കി. കനേഡിയൻ പോസ്റ്റിലേക്ക് ഖത്തറിനെ അടുപ്പിക്കുക പോലും ചെയ്യാതെയായിരുന്നു കാനഡയുടെ ആക്രമണം. മറുപടിയില്ലാത്ത 6 ഗോളുകൾ, 2 റെഡ് കാർഡുകളിൽ 8 പേരായി ചുരുങ്ങിയ ഖത്തറിന് ഇതിലും വലിയ ശിക്ഷ കിട്ടാനില്ല. ശിക്ഷ എന്ന് തന്നെ പറയാൻ കാരണമുണ്ട്. തുടർച്ചയായ ഗോളുകളുമായി കാനഡ കളം നിറഞ്ഞപ്പോൾ തുടർച്ചയായ ഫൗളുകൾ മാത്രമായിരുന്നു വാൻകൂവർ സ്റ്റേഡിയത്തിൽ ഖത്തറിന്റെ മറുപടിയിലുണ്ടായിരുന്നത്. കൂട്ടത്തിലൊരു ഫൗളിൽ കനേഡിയൻ താരത്തിന്റെ കാൽ ഒടിഞ്ഞു തൂങ്ങുകയുണ്ടായി. ഒന്നിനു പിറകെ ഒന്നായി 6 ഗോളുകൾ കാനഡ അടിച്ചുകൂട്ടിയപ്പോൾ ഹാട്രിക്ക് പൂർത്തിയാക്കി അതിന് നേതൃത്വം നൽകിയത് ജൊനാഥൻ ഡേവിഡ് ആയിരുന്നു. മലയാളി താരം തഹസിൻ മുഹമ്മദിന് കാനഡയ്ക്കെതിരെയും അരങ്ങേറ്റ മത്സരം സാധ്യമായില്ല. 33-ാം മിനിറ്റിൽ ഖത്തർ താരം ഹൊമാം ഹമ്മദ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായി. കനേഡിയൻ താരം ടജോൺ ബുച്ചാനനെ ഫൗൾ ചെയ്തു വീഴ്ത്തിയതിനാണ് റഫറിയുടെ നടപടി. ആദ്യം പെനാൽറ്റി അനുവദിച്ചെങ്കിലും വാർ പരിശോധനയിൽ ഫൗൾ സംഭവിച്ചത് ബോക്സിന് വെളിയിലാണെന്ന് വ്യക്തമായതോടെ പിൻവലിച്ചു. 9 പേരായി ചുരുങ്ങിയതോടെ 40-ാം മിനിറ്റിൽ ഖത്തർ യൂസഫ് അബ്ദുസാരിഖിനെ പിൻവലിച്ച് സുൽത്താൻ അൽബറീഖിനെ ഇറക്കി. ഖത്തർ എണ്ണത്തിൽ ചെറുതായതിനാൽ ആദ്യ പകുതിയിൽ മത്സരം പൂർണ്ണമായും കാനഡയുടെ നിയന്ത്രണത്തിലായി. രണ്ടാം പകുതിക്ക് മുമ്പ് ഖത്തർ 2 മാറ്റങ്ങളാണ് ടീമിൽ കൊണ്ടുവന്നത്. എഡ്മിൽസൺ ജൂനിയർ, ജാസെം ഖാബർ എന്നിവർക്ക് പകരം മുഹമ്മദ് മനായും അഹമ്മദ് ഫാത്തിയും കളിക്കാനിറങ്ങി. രണ്ടാം പകുതിയിലും കാനഡയുടെ ആധിപത്യം തുടർന്നു. മത്സരം 50 മിനിറ്റുകൾ പിന്നിട്ടതിനു പിന്നാലെ ഇസ്മായിൽ കോനെ ഖത്തർ താരം അസീം മഡിബോയുടെ ഫൗളിൽ ഗ്രൗണ്ടിൽ വീണു. വാർ പരിശോധനകൾക്ക് ശേഷം ഖത്തർ താരത്തിന് റെഡ് കാർഡ് നൽകി. ഇതോടെ ഖത്തർ 8 പേരായി ചുരുങ്ങി. കാലൊടിഞ്ഞു പോയതിനാൽ സ്ട്രക്ചറിലാണ് കോനയെ ഗ്രൗണ്ടിൽ നിന്നും കൊണ്ടുപോയത്. ഗ്രൗണ്ടിൽ വെച്ച് കാനഡ ഖത്തർ താരങ്ങൾ തമ്മിൽ കയ്യാങ്കളിയുണ്ടായി. കാനഡ താരം ഇസ്മായിൽ കോനയുടെ കാലിന് ഗുരുതര പരിക്കാണ് സംഭവിച്ചത്. ലോകകപ്പിലെ ശേഷിക്കുന്ന മത്സരങ്ങൾ താരത്തിന് നഷ്ടമായേക്കും. 74 മിനിറ്റ് വരെ സ്കോർ ബോർഡ് 0-0. അതിനുശേഷം വീണത് 5 ഗോളുകൾ. 4 സ്വിറ്റ്സർലൻഡിന്റെയും ഒരു ആശ്വാസ ഗോൾ ബോസ്നിയയുടെയും വക. ഒടുവിൽ സ്വിറ്റ്സർലൻഡിന് 1-4 ഗോളുകളുടെ വിജയം. പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനം. ആദ്യ പകുതിയിൽ ബോസ്നിയയുടെ സമനിലപ്പൂട്ട് പൊളിച്ച് ആദ്യം സ്വിറ്റ്സർലൻഡ് ലീഡെടുത്തു. പിന്നീട് കണ്ടത് ഗോൾ മഴ. 2 മത്സരങ്ങൾ പൂർത്തിയാക്കിയ സ്വിസ് നിര ഒരു വിജയവും ഒരു സമനിലയും ഉൾപ്പെടെ 4 പോയിന്റ് ഇതുവരെ സ്വന്തമാക്കി. പകരക്കാരനായി ഇറങ്ങി ഇരട്ട ഗോളുകൾ അടിച്ച 20 വയസ്സുകാരൻ യൊഹാൻ മാൻസിയംബയാണ് സ്വിറ്റ്സർലൻഡിന്റെ ആക്രമണങ്ങളുടെ കുന്തമനയായത്. യുഎഫ യൂറോപ്പ ലീഗിൽ ജർമ്മൻ ക്ലബ് ഫ്രൈൽബർഗിനെ ഫൈനലിലെത്തിച്ച താരത്തെ യങ് പ്ലെയർ ഓഫ് ദി സീസണായി തിരഞ്ഞെടുത്തിരുന്നു. സ്വിറ്റ്സർലൻഡിന്റെ തുടർച്ചയായ ആക്രമണങ്ങളിൽ ബോസ്നിയൻ ഗോൾമുഖം പലതവണ വിറച്ചു. 40 മിനിറ്റ് വരെ ബോസ്നിയ ഗോൾ വഴങ്ങാതെ പിടിച്ചു നിന്നു. മത്സരത്തിന്റെ 41-ാം മിനിറ്റിൽ സ്വന്തം പെനാൽറ്റി ഏരിയയിൽ നിന്ന് മനോഹരമായ പാസുകൾ നൽകി ബോസ്നിയയുടെ ഗോൾ നീക്കം. സ്വിസ് ബോക്സിലെത്തിയെങ്കിലും ക്യാപ്റ്റൻ എഡിൻ സെക്കോയുടെ ഷോട്ട് സ്വിസ് പ്രതിരോധത്തിൽ തട്ടിത്തെറിച്ചു. ആദ്യ പകുതി അവസാനിച്ചതോടെ ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു. ഇരുവരും ഓരോ ഓൺ ടാർഗറ്റ് ഷോട്ട് വീതമായിരുന്നു ആദ്യ പകുതിയിൽ നേടിയത്. സ്വിസ് ആക്രമണങ്ങളോടെ രണ്ടാം പകുതിക്ക് തുടക്കമായി. ഗോൾ രഹിതമായ സമനില തുടർന്നതോടെ ലൈനപ്പിൽ 3 മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സ്വിറ്റ്സർലൻഡ് തീരുമാനിക്കുന്നു. റൂബൻ ബർഗസും ജിബ്രിൽസോയും യൊഹാൻ മാൻസാംബിയും ഒരുമിച്ച് കളത്തിലിറങ്ങി. ഇതാണ് സ്വിസ് പടയുടെ ആദ്യ ഗോളിന് വഴിയൊരുക്കിയതും. 73-ാം മിനിറ്റ് പെനാൽറ്റി ഏരിയയിൽ നിന്ന് യൊഹാൻ മാൻസാംബയുടെ കാലിൽ പന്ത് ലഭിക്കുന്നു. മനോഹരമായ വോളി മാൻസാംബി അടിച്ചതോടെ ബോസ്നിയൻ ഗോളി ഡൈവ് ചെയ്ത് പ്രതിരോധിച്ചതാണ്. പക്ഷേ ഗോൾ കീപ്പറുടെ ഗ്ലൗവിൽ തട്ടി ഗതി മാറി പന്ത് വലയിൽ തന്നെയാണ് വീണത്. ഇതോടെ സ്വിറ്റ്സർലൻഡ് 1 ഗോളിന് ലീഡെടുക്കുന്നു.
ഗോൾ മടക്കാനുള്ള ബോസ്നിയയുടെ ശ്രമങ്ങൾ തുടരുന്നതിനിടെ ടീം 10 പേരായി ചുരുങ്ങി. സ്വിസ് താരം എംബോളയെ താരിക് മൊഹറോമോവിച്ച് ഫൗൾ ചെയ്ത് വീഴ്ത്തുകയായിരുന്നു. താരത്തിന് ചുവപ്പ് കാർഡ് ലഭിച്ചതോടെ മത്സരത്തിലേക്ക് തിരിച്ചുവരാനുള്ള ബോസ്നിയയുടെ സാധ്യതകളെല്ലാം ഏറെക്കുറെ അവസാനിച്ചു. 84-ാം മിനിറ്റിൽ സ്വിറ്റ്സർലൻഡ് മത്സരത്തിലെ 2ാം ഗോളും സ്വന്തമാക്കി. പെനാൽറ്റി ഏരിയയിൽ നിന്ന് എംബോള നൽകിയ പാസിൽ റൂബൻ വർഗാസ് ലക്ഷ്യം കണ്ടു. അവിടെയും തീർന്നില്ല. 90-ാം മിനിറ്റിൽ മാൻസാംബി സ്വിറ്റ്സർലൻഡിന്റെ 3ാം ഗോളും നേടി. ബോക്സിനകത്തു നിന്നും റൂബൻ വർഗാസ് നൽകിയ കട്ട് ബാക്ക് പാസ് മാൻസാംബി അനായാസം പോസ്റ്റിലേക്ക് ലക്ഷ്യമിട്ടു. മത്സരം 3-1 അവസാനിക്കും എന്ന് കരുതിയിരിക്കെയാണ് വീണ്ടും ഗ്രൗണ്ടിൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറുന്നത്. സ്വിസ് താരത്തെ ബോസ്നിയയുടെ സീഡ് കൊലാസിനാച്ച് പെനാൽറ്റി ഏരിയയിൽ വീഴ്ത്തിയതിന് റഫറി പെനാൽറ്റി അനുവദിച്ചു. കിക്കെടുക്കാനെത്തിയ ക്യാപ്റ്റൻ ഗ്രാനിറ്റ് ഷാക്കയുടെ ഇടങ്കാൽ ഷോട്ട് പോസ്റ്റിന്റെ വലതുമൂലയിൽ പതിച്ചു. ഇതോടെയാണ് ഫൈനൽ സ്കോർ 4-1 അവസാനിക്കുന്നത്. 2ാം പകുതിയിൽ പിറന്ന ഗോളിൽ കൊറിയയെ തോൽപ്പിച്ച് മെക്സിക്കോ നോക്കൌട്ടിൽ സ്ഥാനമുറപ്പിച്ചു. 50-ാം മിനിറ്റിൽ ലൂയിസ് റോമയാണ് മെക്സിക്കോയുടെ വിജയ ഗോൾ നേടിയത്. 2 മത്സരങ്ങളിൽ 2 ജയങ്ങളോടെ 6 പോയിന്റുമായി മെക്സിക്കോ നോക്കൌട്ട് ഉറപ്പിച്ചിരിക്കുന്നു. ലോകകപ്പിന്റെ സഹ ആതിഥേയരായ മെക്സിക്കോയാണ് നോക്കൌട്ട് ഉറപ്പിക്കുന്ന ആദ്യ ടീം. 25-ന് ചെക്ക് റിപ്പബ്ലിക്കിനെതിരെയാണ് പ്രാഥമിക റൗണ്ടിലെ മെക്സിക്കോയുടെ അവസാന മത്സരം. 50-ാം മിനിറ്റിലായിരുന്നു മെക്സിക്കോ കാത്തിരുന്ന ലീഡ് പിടിച്ചെടുത്തത്. കൊറിയൻ ഗോൾ കീപ്പർ കിങ് സ്യൂങ്ക്യുവും സെൻട്രൽ ഡിഫൻസ് നിരയും തമ്മിലുള്ള ആശയവിനിമയത്തിലെ പാളിച്ച മുതലെടുത്തായിരുന്നു ഗോൾ. ജൂലിയൻ ക്യൂനോനിസിന്റെ ക്രോസിൽ റൗൾ ഹിമിനസ് ഹെഡ് ചെയ്ത് നൽകിയെങ്കിലും ഗോൾ കീപ്പർ തടുത്തു. എന്നാൽ ഗോൾ മുഖത്തേക്ക് തന്നെ ബോൾ വീഴുകയായിരുന്നു. റീബൗണ്ടിൽ ലൂയിസ് റോമോ പന്ത് വലയിലെത്തിച്ചു. ലോകകപ്പിൽ മെക്സിക്കോ അവസാനമായി സ്കോർ ചെയ്ത 4 മത്സരങ്ങളിൽ 3ഉം ഏഷ്യൻ എതിരാളികളാണ്. 2022 ഖത്തറിലെ ഗ്രൂപ്പ് ഘട്ടത്തിൽ സൗദി അറേബ്യക്കെതിരെയും റഷ്യയിൽ 2018 ദക്ഷിണ കൊറിയക്കെതിരെയുമായിരുന്നു മെക്സിക്കോ സ്കോർ ചെയ്തത്. ലോകകപ്പിന്റെ അടുത്ത മത്സരങ്ങളിൽ നാളെ പുലർച്ചെ 12:30 USA ഓസ്ട്രേലിയ പോരാട്ടം. പുലർച്ചെ 3:30 സ്കോട്ട്ലൻഡ് മൊറോക്കയെ നേരിടുന്നു. നാളെ രാവിലെ 6 മണിക്ക് ബ്രസീൽ ഹെയ്റ്റിക്കെതിരെ. നാളെ 8:30 തുർക്കി പാരഗ്വായെ നേരിടുന്നു. നാളെ രാത്രി 10:30 ഗ്രൂപ്പ് എഫിൽ നെതർലൻഡ്സ് സ്വീഡൻ പോരാട്ടം. ഒരു പന്ത്, ഒരു ലോകം. ലോകകപ്പ് വിശേഷങ്ങൾ. ലോകം ഒരു ഫുട്ബോളിലൂടെ ഒന്നിക്കുമ്പോൾ ലോകകപ്പ് പോരാട്ടങ്ങളുടെ അവലോകനവുമായി റേഡിയോ മാറ്റുലി നിങ്ങളോടൊപ്പം. ഒരു പന്ത്, ഒരു ലോകം.